കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ നേവൽ ആർക്കിടെക്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിച്ച ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഇന്ന് ഇവിടെ ദുബായിൽ കൂടിയിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ ഞാനും കൂടി. കാരണം എനിക്ക് ഓസിന് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു തരാം എന്നുള്ളൊരു പ്രോമിസിലാണ് ഞാനും കൂടിയിരിക്കുന്നത്. അപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതിൻ്റെ പ്രത്യേകിച്ച് നേവൽ ആർക്കിടെക്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നേവൽ ആർക്കിടെക്ചറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജി. അതിലെ പ്രമുഖന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. അതിലെ അൻവറിൻ്റെ മക്കളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. എന്താ മോൻ്റെ പേര്? സിയ. ഓക്കെ, മോൻ്റെ പേരോ? ഓക്കെ. അപ്പോൾ അവരുടെ ഉപ്പയായ അൻവറിലേക്ക് പോകാം. അൻവർ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു തിളങ്ങിയ കക്ഷിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തൊക്കെയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കാലത്ത് ഏത് ബാച്ചിലാണ് പഠിച്ചത്? ഞാൻ 26ാമത്തെ ബാച്ച്, 2006 പാസ്. ഓക്കെ. ഇപ്പം എവിടെ? ദുബായിലാണ്? ഇപ്പം ദുബായിലെ ക്ലാസ് എൻ കെ എന്ന കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യും. ജസ്റ്റിൻ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഏത് കാലം ഉണ്ടായിരുന്നു? ഞാൻ 1982 ജോയിൻ ചെയ്തു, 87 പാസ്ഔട്ടായി. 87 പാസ്സായി. കൊല്ലമൊന്നും പോയില്ല. അന്ന് ദുബായ് കയറി. ഇതേവിടെ ദുബായ് വിട്ടില്ല? അല്ലല്ല, അന്ന് അവിടുന്ന് നേരെ പോയത് ഗോവയ്ക്കാണ്. ഗോവയിൽ അടിച്ചു പൊളിച്ച് കഴിഞ്ഞിട്ടാണ് ദുബായിലേക്ക് വന്നത്. അപ്പോൾ ഇനി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രത്തിനാണ് പരിചയപ്പെടുന്ന അലി അഷ്റഫ്. അലി, ഞാൻ 984 ജോയിൻ ചെയ്തു, 89 പാസ്ഔട്ടായി. എൻ്റെ സമകാലീനാണ് ഈ വീഡിയോ എടുക്കുന്ന വേണു. വേണു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, കുട്ടി വേണു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. അത് ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ഞാനിപ്പോൾ പിന്നെ ദുബായിലാണ് കഴിഞ്ഞ ഒരു 27 വർഷമായിട്ട്. ഇപ്പോൾ നോട്ട് മറീൻ എന്ന കമ്പനിയിലെ GM ആയി വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തമാണെന്നാണല്ലോ കേൾക്കുന്നത്. അത് വർക്ക് ചെയ്തൊന്നും പറയണ്ടല്ലോ. ചെറുതായിട്ട്. ഓക്കെ. എൻ്റെ പേര് ലിറ്റി. ഞാൻ 91 കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ 96 പാസ്സായി. ഇപ്പോൾ അബുദാബിയിൽ വർക്ക് ചെയ്തു. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൂടാനും നടക്കാനും വേണ്ടി എല്ലാ ആഴ്ചയും വരുന്നു. 15th batch, 1990 to 95. എന്തായിരുന്നു എത്ര പേര് ഉണ്ടായിരുന്നു? പറയില്ല. രഞ്ജിത്തെ പറഞ്ഞോളൂ. രഞ്ജിത്ത് പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല. എന്നാലും രഞ്ജിത്ത് എത്ര പേര് പറഞ്ഞോളൂ. ചാത്തൻ എന്ന് പറഞ്ഞാൽ രഞ്ജിത്തിനാണ്. 87 മുതൽ 92 വരെ ഉണ്ടായിരുന്നു. അതെ അതെ. ഇപ്പം ABS കമ്പനിയിലെ 2 വർഷമായിട്ട് നന്നായിട്ട് പാട്ട് പാടും പുള്ളി. ഓ, അത് ശരി. നന്നായിട്ട് ഡാൻസ് കളിക്കും. റഹീം. അബ്ദുൾ റഹീം. ഏത് വർഷം പാസ്സായി? 66-ലാണ്. സോറി, അല്ല 66-ല് ഇങ്ങനെ പിച്ച വെച്ച് നടക്കുന്നു. ഗ്രാജുവേറ്റ് ചെയ്തു. അപ്പം ഞാൻ വരുമ്പോൾ അവിടെ നിന്ന് വിട്ടു. ഞാൻ 88-ലാണ് വരുന്നത്. 89-ലാണ്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ട് UK-യിലൊക്കെ വർക്ക് ചെയ്ത്, ജപ്പാനിലൊക്കെ വർക്ക് ചെയ്ത് എന്തുകൊണ്ട് ദുബായ് ചൂസ് ചെയ്തു? ദുബായ് വളരെ ഐഡിയലാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എല്ലാ സമയവും. അടുത്ത ആളിലേക്ക് പോവാം. എൻ്റെ പേര് സന്ദീപ് പണ്ടാളെ, 13th ബാച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നോളജി. ഞാൻ 1988, 1992 പാസ്സായി. അന്ന് ഒരു ദുബായിലാണ്. അല്ല, ഞാൻ 2006 മുതൽ ദുബായാണ്. 2006. ഇനി നമ്മുടെ അക്ഷരയിലേക്ക് പോകാം. അക്ഷർ, ഹലോ. എന്താണ് അക്ഷർ? ദുബായിൽ ഒരുപാട് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. എന്താണ് ബിസിനസ്? ബിസിനസ് ഒരു എഞ്ചിനീയറിംഗ് കമ്പനി ഉണ്ട് ഓയിൽ ആൻഡ് ഗ്യാസിൽ. കമ്പനിയുടെ പേര്? ടെക്നോമാക്. ഓക്കെ. എവിടെ പലയിടത്തും കാണാമല്ലോ. ഏത് വലിയ ഷിപ്പ് ബിൽഡിംഗ് യാർഡിൽ ചെന്നാലും നിങ്ങളുടെ ബോർഡ് കാണാമല്ലോ. എന്താണ് നിങ്ങളുടെ രഹസ്യം? ഞങ്ങൾ നല്ല സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ 18th ബാച്ച് നേവൽ ആർക്കിടെക്റ്റ് ആണ്. 98-ൽ പാസ് ഔട്ടായി. 98-ൽ ഇവിടെ വന്നു. അപ്പോൾ 25 years ആയിട്ട് ഇവിടെ ഉണ്ട്. അങ്ങനെയൊക്കെ നന്നായിട്ട് പോകുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. ആരോഗ്യം കീപ്പ് ചെയ്യാനായിട്ട് ആണ് അലി എല്ലാവരെയും വിളിച്ച്. അലി എന്നെ വിളിച്ചുണർത്തി ഞാൻ ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചുണർത്തി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അന്ന് കോളേജിൽ ഒരുപക്ഷെ ഇന്നിപ്പോൾ എല്ലാവരും നല്ല ജോലിയും കാര്യങ്ങളും നല്ല മാന്യന്മാരുമാണ്. അന്ന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. ശരിയാണോ? അറിയുന്നത് എന്തോ തോന്നുന്നു. അപ്പോൾ ഞാൻ ക്വിസാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വളരെ കേരളത്തിലെ തന്നെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളൊരെണ്ണമാണ്.
അതിൽ തന്നെ ഒരുപക്ഷെ പലർക്കും കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജി. അവരാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല നേവൽ ആർക്കിടെക്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന. ഒരു കൊല്ലം എത്ര എഞ്ചിനീയേഴ്സ് ഇറങ്ങും അലി? ഏകദേശം ഇത്ര 40ഓളം പേര്. 40ഓളം എഞ്ചിനീയേഴ്സ്. ഇപ്പം മാസ്റ്റേഴ്സും PhD ഒക്കെ എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. ഇപ്പം ഞാനിവിടെ എവിടെ ചെന്നാലും ഏത് ഈ ഷിപ്പ് ഇൻഡസ്ട്രിയിലോട്ട് എന്തെങ്കിലും ആരെങ്കിലും കണക്ഷൻ ഉടനെ ഞാൻ കുസാറ്റിൻ്റെ കാർഡ് എടുത്തിടും. അങ്ങനെയാണ് എനിക്ക് കണക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ട് നിങ്ങൾക്കും ഒരുപക്ഷെ ബിസിനസ്സിന് അതൊരു സക്സസ്ഫുൾ ആവും അല്ലേ? നമ്മുടെ ഈ കുസാറ്റിൻ്റെ കണക്ഷൻ അല്ലെങ്കിൽ ഷിപ്പ് ടെക്കിൻ്റെ കണക്ഷൻ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉള്ളത് കുസാറ്റിലെ നേവൽ ആർക്കിടെക്റ്റാണ്. ദുബായിയുടെ എല്ലാ ഷിപ്പ് ബിൽഡിംഗ് സക്സസ്സിലും പാർട്ടായിട്ട് വരുന്നത് ഇവരൊക്കെയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ ഉണ്ടാവും. ഞാൻ ബാലവേണു, വഴിനോട്ട കാഴ്ചകളിൽ ദുബായിൽ നിന്ന്.